ശബരിമല തീർത്ഥാടനത്തിൽ ഇടപെടാൻ ദേവസ്വം മന്ത്രി VN വാസവന് അനുമതിയില്ല എന്ന വിവരം കൂടി നേരത്തെ പുറത്തുവന്നിരുന്നു. യോഗം വിളിക്കാൻ മന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും അനുമതി നൽകിയില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി. മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നുണ്ട് മന്ത്രിയോട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, വിവരങ്ങൾ. ഷഫീദ്. രജിത, നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ നേരിടുന്ന അസാധാരണ തിരക്ക് അത് 2 ദിവസം മുൻപ് സംസ്ഥാന സർക്കാർ മുൻകൂട്ടി കണ്ടു എന്ന് വേണം കരുതാൻ. കാരണം ദേവസ്വം മന്ത്രി 2 ദിവസം മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. അതായത് ശബരിമലയിലെ തിരക്ക് നിയന്ത്രണങ്ങളും അതേപോലെ തന്നെ ക്രമീകരണങ്ങളും ചർച്ച ചെയ്യാൻ യോഗം വിളിക്കാൻ അനുമതി തേടിയായിരുന്നു ദേവസ്വം മന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു തരത്തിലും മന്ത്രി ഉൾപ്പെടുന്നവർക്ക് യോഗം വിളിക്കാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. മാത്രമല്ല, ഒരു കാരണവശാലും യോഗം വിളിക്കരുതെന്നും ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നോട്ടെ എന്നുള്ളതുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. കൂടാതെ ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി, അതായത് ശബരിമലയിലെ ക്രമീകരണങ്ങൾ, ശബരിമലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട തിരക്ക്, ഇക്കാര്യങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മന്ത്രിമാർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഇത്തവണ കർശന നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. നിലവിൽ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വകുപ്പിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ മേൽനോട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇക്കാര്യങ്ങൾ നടക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് ശബരിമലയിലെ നോഡൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരാണ് നിലവിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇനി അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.